If circle are drawn with each side of a triangle of side 5 cm, 12 cm and 13 cm diameter, then with respect to each circle, where would be the third vertex? വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ ആയ ത്രികോണത്തിന്റെ ഓരോ വശവും വ്യാസമായ വൃത്തം വരച്ചാൽ മൂന്നാം മൂല വൃത്തത്തിന്റെ എവിടെയായിരിക്കും എന്ന് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിളുകളെ കുറിച്ച് ഒരു ക്ലൂ നമുക്ക് തന്നിട്ടില്ല, മൂന്ന് വശങ്ങളെ തന്നിട്ടുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വശങ്ങൾ തന്നു കഴിഞ്ഞാൽ, സൈഡുകൾ തന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്താ പൈതഗോറസ് തിയറം? h സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് പൈതഗോറസ് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈതഗോറസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ഒരു കോണ് 90 ഡിഗ്രി ആയിരിക്കും. ചെറിയ രണ്ട് വശങ്ങൾ ചേരുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ മൂന്ന് വശങ്ങളുടെയും സ്ക്വയറുകൾ ഒന്ന് കാണാം. എന്നിട്ട് ആ സ്ക്വയറുകളിലെ ഏതെങ്കിലും സ്ക്വയറുകളുടെ സമ്മ് മൂന്നാമത്തതിന്റെ സ്ക്വയറിന് ഈക്വൽ ആവുണ്ടോ നോക്കിയാൽ മതി. അതാണ് പൈതഗോറസ് തിയറം. അപ്പൊ 5ന്റെ സ്ക്വയർ 25 ആണ്, 12ന്റെ സ്ക്വയർ 140. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗ്ഗം കേട്ടോ. രണ്ട് സംഖ്യ 12 × 12 144, 13 × 13 169. ഇനി ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഒന്ന് കൂട്ടി നോക്കി. 25 144 ഒന്ന് കൂട്ടി നോക്കി. 144 25 കൂട്ടിക്കഴിഞ്ഞാൽ 5 4 9, 4 2 6, 169. കണ്ടോ, മൂന്നാമത്തെ സൈഡ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 144 + 25 169 ആണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇത് എന്ത് ത്രികോണാണ്? മട്ടത്രികോണാണ്. മട്ടത്രികോണത്തിലെ ഏറ്റവും വലിയ വശമാണ് കർണം. അതുകൊണ്ട് തന്നെ ഞാൻ മട്ടത്രികോണം വരച്ചു. ഈ 13 സെന്റിമീറ്റർ ആയിരിക്കും നമ്മളുടെ കർണം. മറ്റു രണ്ട് വശങ്ങൾ ചേരുന്നതാണ് നമ്മളുടെ 90 ഡിഗ്രി. അത് കർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് കേട്ടോ. ഓക്കെ, ഇനി ആൻസർ കാണിച്ചു തരുന്നതിന് മുമ്പ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഈ രണ്ട് ആംഗിളുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? പറയാൻ പറ്റുമോ? ഇത് ലെസ് ദാൻ 90 ആണോ വരിക, ഗ്രേറ്റർ ദാൻ 90 ആണോ വരിക? ഈ രണ്ട് കോണുകൾ എക്സാക്ട്ലി അത് രണ്ടും 90ൽ കുറവായിരിക്കും. കാരണം എന്താ? ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിയാൽ 180 ആണ് കിട്ടുക. ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിയാൽ 180 ആണ് കിട്ടുക. അതിൽ 90 ഇവിടെ ഉണ്ട്, ബാക്കി ഇനി എത്ര ഉണ്ട്? 90. അതായത് ഈ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ 90 കിട്ടണം. ഈ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ 90 കിട്ടണം. അപ്പോഴാണ് 180 ആവുക. കാരണം ഒരു 90 ഓൾറെഡി ഇവിടെ ഉണ്ട്, ബാക്കി ഇനിയുള്ള 90 ആണ്. അപ്പൊ ഇത് രണ്ടും കൂട്ടുമ്പോൾ 90 കിട്ടണം. ഒരിക്കലും ഒരു കോണ് 0 ആയിട്ട് നിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലെ? അപ്പോ പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ ഒന്നെങ്കിൽ 89 ഇത് 1, അല്ലെങ്കിൽ 88 2, അല്ലെങ്കിൽ 87 3. എങ്ങനെ ആയാലും ഇത് എന്ത് ചെയ്യും? 90ൽ കുറവായിരിക്കും രണ്ടും വരിക അല്ലെ? 90ഉം വരില്ല. 90 വന്നു കഴിഞ്ഞാൽ ഒരു കോണ് 0 ആവും. അപ്പൊ അത് പറ്റില്ല. 90ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ 180ന്റെ മേലക്കും പോകും. അപ്പൊ അതും പറ്റില്ല. അപ്പൊ ഈ രണ്ട് കോണുകളും 90ൽ കുറവായിരിക്കും. അപ്പൊ ഇനി നമുക്ക് പറയാലോ, ഇനി എ ബിയെ ഡയമീറ്റർ ആക്കി എടുത്തു കഴിഞ്ഞാൽ സി എവിടെയായിരിക്കും? 90ൽ കുറവായതുകൊണ്ട് പുറത്തായിരിക്കും, ഔട്ട്സൈഡ് ആയിരിക്കും. ഇനി ബി സിയെ ഡയമീറ്റർ ആക്കിയിട്ട്, ബി സി എന്നാണ് ഇവിടെ, അപ്പൊ എ എവിടെയായിരിക്കും? അതും പുറത്തായിരിക്കും, കാരണം അതും 90ൽ കുറവാണ്. ഇനി എ സിയെ ഡയമീറ്റർ ആക്കി എടുത്തു കഴിഞ്ഞാൽ, അഥവാ നമ്മുടെ കർണം, അപ്പൊ ബി എവിടെയായിരിക്കും? ബി ഓൺ ദ സർക്കിൾ ആയിരിക്കും, അഥവാ വൃത്തത്തിലായിരിക്കും. കാരണം എന്താ? ഈ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? സർക്കിളിലാണ്, അഥവാ വൃത്തത്തിലാണ്. അപ്പൊ അതെവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും, ഓൺ ദ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ സൈഡുകൾ മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിലെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു മട്ടത്രികോണായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പൈതഗോറസ് തിയറം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പൈതഗോറസ് തിയറം? h സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. നിങ്ങൾക്ക് തന്നിട്ടുള്ള മൂന്ന് വശങ്ങളുടെയും സ്ക്വയറുകൾ നിങ്ങൾ കാണുക. ആ സ്ക്വയറുകളുടെ സമ്മ്, ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സ്ക്വയറിന്റെ സമ്മ് മൂന്നാമത്തിന്റെ സ്ക്വയറിന് തുല്യമാവണം, അഥവാ വർഗത്തിന് തുല്യമാവണം. എങ്കിൽ അത് മട്ടത്രികോണായിരിക്കും. ഓക്കെ.